ഇസ്രയേൽ ഇറാൻ സംഘർഷം കടുക്കുന്നു. ഇസ്രയേലിന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രയേലിലെ ആശുപത്രി കെട്ടിടങ്ങൾക്ക് മേലുൾപ്പെടെ ഇറാൻ മിസൈലുകൾ പതിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനിലെ അരാക്കിലുള്ള ഖനജല ആണവ റിയാക്ടർ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു. തെക്കൻ ഇസ്രയേലിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിന് മേലെയാണ് ഇറാൻ മിസൈലുകൾ പതിച്ചത്. ഇറാൻ ആക്രമണത്തിൽ ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാൻ ആക്രമണത്തിൽ 32 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. തെക്കൻ ഇസ്രയേൽ മേഖലയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. 1000-ലധികം കിടക്കകളുള്ള ആശുപത്രി 10 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന പ്രദേശത്താണ്. ഇറാൻ ആക്രമണത്തിൽ ആശുപത്രി കെട്ടിടത്തിന് സമീപത്തെ മറ്റു കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേലിലെ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി സ്ഥിരീകരണമുണ്ട്. ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേൽ നഗരങ്ങളായ ടെൽ അവീവ്, ഹൈഫ നിവാസികൾ സുരക്ഷിത മേഖലകളിലേക്ക് മാറണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ-ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ ഇതുവരെ 263 സാധാരണക്കാർ ഉൾപ്പെടെ 639 പേർ കൊല്ലപ്പെട്ടു. 1300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് കണക്ക്. ഇസ്രയേലിനെതിരായ ഇറാന്റെ സൈനിക നടപടിയിൽ 400 മിസൈലുകളും 100 കണക്കിന് ഡ്രോണുകളും പ്രയോഗിക്കപ്പെട്ടു. ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 24 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.